അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. നമ്മുടെ അറബിക് ലാംഗ്വേജ് ലേണിംഗ് ക്ലാസ്സിൻ്റെ 21ാമത്തെ ക്ലാസ്സാണിന്ന്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് നെഗറ്റീവാണ്. മുളാരിയായ ക്രിയയുടെ നെഗറ്റീവ്. അൽ മുളാരിയുൽ മൻഫിയു ബി ലൻ. ലൻ എന്ന അവ്യയം കൊണ്ട് നെഗറ്റീവായിട്ടുള്ള മുളാരിയായ ക്രിയ. പാസ്റ്റ് ഫ്യൂച്ചർ വെർബ് നെഗറ്റീവ് ബൈ ലൻ. ലൻ മുമ്പിൽ വെച്ചുകൊണ്ട് മുളാരിയായ ക്രിയയുടെ മുളാരി നിഷേധക്രിയ ആകുന്നത് എങ്ങനെയാണ്? അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ് ഒരു പ്രസൻറ്റ് ടെൻസിനെ അഥവാ മുളാരിയായ ക്രിയനെ നിഷേധക്രിയ ആക്കുവാൻ അതിൻ്റെ മുമ്പിൽ ലാ, ലന്ന്, ലമ്മ് ഇത് 3 അവ്യയങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ചേർക്കാം എന്ന്. അതിൽ ലായെക്കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇന്ന് നമ്മൾ ലന്ന് വെച്ചിട്ട് എങ്ങനെ നിഷേധക്രിയ അഥവാ നെഗറ്റീവ് ഉണ്ടാക്കുക എന്നതിനെക്കുറിച്ചാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഒരു മുളാരിയായ ക്രിയയുടെ മുമ്പിൽ ലൻ എന്ന അവ്യയം വെക്കുമ്പോൾ അത് ആ ക്രിയയെ മൻഫി നിഷേധക്രിയ ആക്കുന്നു. അതിൻ്റെ മീനിങ് ഞാൻ മുകളിൽ കൊടുക്കാൻ വിട്ടുപോയതാണ്. താഴെ അതിന് മീനിങ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പഠിച്ചത് എഫ് ആലു ആണല്ലോ മുളാരിയായ ക്രിയ. ആ എഫ് ആലു എന്നുള്ളതിൻ്റെ മുമ്പിൽ ലന്ന് വെച്ചാൽ ലൻ എഫ് അല എന്നാണ് പറയേണ്ടത്. അതിൻ്റെ അർത്ഥം ഹീ എ മാൻ വിൽ നെവർ ഡു. അവനൊരു പുരുഷൻ ചെയ്യുന്നില്ല, ചെയ്യുകയില്ല, ഒരിക്കലും. നെവർ എന്നുള്ളൊരു അർത്ഥം അതിന് വരും. ഒരിക്കലും, ഒരു എൻഫാസിസ് അതിന് വരും, ഒരു ഉറപ്പിക്കൽ, ഉറപ്പിച്ച് ഒരിക്കലും ചെയ്യുകയില്ല എന്നുള്ള അർത്ഥം അതും കൂടി അതിൽ അത് വെച്ചിട്ടാണ് നെഗറ്റീവ് ആകുന്നത്. അപ്പോൾ അവനൊരു പുരുഷൻ ഒരിക്കലും ചെയ്യുകയില്ല, അല്ല ചെയ്യുന്നില്ല. ഹി എ മാൻ വിൽ നെവർ ഡു എന്നുള്ള അർത്ഥമാണ്. അപ്പം ലന്ന് വെക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലാ വെച്ചപ്പോൾ മുളാരിയ ക്രിയക്ക് ഒരു കോട്ടവും ഒരു പരിക്കും സംഭവിച്ചില്ല. ഇതങ്ങനെയല്ല. ലന്ന് വെക്കുമ്പോൾ മുളാരിയ ക്രിയയിൽ ചില ചേഞ്ചസ് ഉണ്ടാവും. അത് ക്രിയയുടെ അവസാനത്തെ അക്ഷരത്തിന് നെസ്ബ് അഥവാ ഫത്ഹ് ചെയ്യും. ചിലയിടത്ത് ക്രിയയുടെ അവസാനത്തെ അക്ഷരമായ നൂനിനെ അത് കളയും. അപ്പോൾ 3 ഫങ്ഷൻസ്, 3 മാറ്റങ്ങൾ അതുകൊണ്ട് ലന്ന് വെക്കുമ്പോൾ ക്രിയക്കുണ്ടാകുന്നുണ്ട്. അത് ഞാൻ 3 നമ്പറിട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന്, ലൻ 5 ഇടങ്ങളിൽ മുളാരിയായ ക്രിയയുടെ അവസാനത്തെ അക്ഷരത്തിന് ഫത്ഹ് നൽകുന്നതാണ്. 5 സ്ഥലങ്ങളിൽ ലന്ന് മുളാരിയായ ക്രിയയുടെ അവസാനത്തെ അക്ഷരത്തിന് ഫത്ഹ് കൊടുക്കും. ആ 5 സ്ഥലങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഒന്ന്, ലൻ യഫ് അല. ലൻ യഫ് അല ഒന്നതാണ്. ലൻ യഫ് അല. അപ്പോൾ ഹുവ അവൻ ചെയ്യുന്നില്ല അല്ലെങ്കിൽ ചെയ്യുകയില്ല. 2, ലൻ നഫ് അല ഹിയ അവൾ ചെയ്യുന്നില്ല അല്ലെങ്കിൽ ചെയ്യുകയില്ല. 3, ലൻ തഫ് അല. ലൻ തഫ് അല എന്നുള്ള 2 സ്ഥലത്ത് വരുന്നുണ്ട്. 2 മീനിങ് ആണ്. 3ാമത്തെ ലൻ തഫ് അല ഉപയോഗിക്കുന്നത് അന്ത നീ ഒരു പുരുഷൻ ചെയ്യുന്നില്ല എന്നുള്ളതിനാണ്. നീ ഒരു പുരുഷൻ ചെയ്യുന്നില്ല അന്ത. 4ാമത്തെ ലൻ അഫ് അല ഞാൻ ചെയ്യുന്നില്ല. ലൻ അഫ് അല ഞാൻ ചെയ്യുന്നില്ല എന്നുള്ളതിനാണ്. 5ാമത്തെ ലൻ നഫ് അല ഞങ്ങൾ ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ശരിക്കും ഫഅല യഫ് അലു എന്നായിരുന്നു. ലു എന്നുള്ളത് ല ആവാൻ കാരണം ലന്ന് വെച്ചത് കൊണ്ടാണ്. അത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരയൊന്നും ഇടാത്ത ബുക്സുകൾ വായിക്കാൻ പറ്റും. ഇതൊരു ഗ്രാമറിലെ ഒരു നിയമമാണ്. ലന്നെ മുമ്പിൽ വെച്ചാൽ യഫ് അല എന്ന് പറയണം. അങ്ങനെ പറയാത്ത ആൾ അറബിയിലൊന്നും അറിയാത്ത, ഗ്രാമർ അറിയാത്ത ഒരാളാണെന്ന് മനസ്സിലാവും വായിക്കുന്നത് കേട്ടാൽ തന്നെ. 2ാമത്തെ ലൻ തഫ് അലു. ലൻ തഫ് അല എന്ന് പറയണം. നമ്മൾ തഫ് അലു എന്നായിരുന്നു മുളാരിയിൽ പഠിച്ചത്. അല്ലു എന്നുള്ള ലായി മാറി. 3ാമത്തതും അങ്ങനെ തന്നെ ലൻ തഫ് അലു എന്നല്ല, ലൻ തഫ് അല എന്നാണ്. ലാക്ക് ഫത്ത്. 4ാമത്തത് ഫസ്റ്റ് പേഴ്സണാണ് ഞാൻ. ലൻ അഫ് അല. അതിൻ്റെ പ്ലൂറൽ നഹനു ലൻ നഫ് അല. ഈ 5 സ്ഥലത്തും മുളാരിയ ക്രിയൻ്റെ അവസാനം ലമ്മായിരുന്നു. ആ ലമ്മ് പോയിട്ട് ഫത്ഹ് വന്നു. ആ ഫത്ഹ് വരാനുള്ള കാരണം എന്താണ്? ലൻ മുമ്പിൽ വന്നതാണ് എന്ന് മനസ്സിലാക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ടത് 7 ഇടങ്ങളിൽ
ക്രിയയുടെ അവസാനത്തിൽ ഉണ്ടായിരുന്ന നൂന് അങ്ങ് കട്ടായി പോകും. ക്രിയയുടെ അവസാനത്തിലുണ്ടായിരുന്ന നൂന് കട്ടായി പോകും. ആ 7 സ്ഥലങ്ങൾ, അതായത് 4 സ്ഥലങ്ങളും ഡബിളാണ്. ഡബിൾ ലൈൻ എഫ്അലാനി എന്നുള്ളതാണ്. ആ എഫ്അലാനി എന്നുള്ളത് ഒന്ന് ലൈൻ എഫ്അലാ, അവർ 2 പുരുഷന്മാർ ചെയ്യുന്നില്ല. അവർ 2 പുരുഷന്മാർ ചെയ്യുന്നില്ല. എഫ്അലാനി എന്നുള്ള നൂനങ്ങ് പോയി. 2 ലൻ തഫ്അലാ, ഹുമ തന്നെയാണ് പക്ഷേ ഫീമെയിലാണ്. ഉമ തന്നെയാണ് പക്ഷേ ഫീമെയിലാണ്. അവർ 2 സ്ത്രീകൾ ചെയ്യുന്നില്ല. അവർ 2 സ്ത്രീകൾ ചെയ്യുന്നില്ല. 3 ലൻ തഫ്അല എന്നുള്ളത് ശ്രദ്ധിക്കുക. ലൻ യഫ്അല ഒരു സ്ഥലത്തും 2, 3, 4 ഒരേ വേർഡാണ്. ലൻ തഫ്അല എന്നുള്ളത് 3 സ്ഥലത്ത് റിപ്പീറ്റായിട്ട് വരുന്നുണ്ട്. അത് 3-നും 3 അർത്ഥമാണ്. അത് സന്ദർഭത്തിൽ നിന്ന് മനസ്സിലാവുള്ളൂ. ഒന്ന് ലൻ തഫ്അല എന്ന് പറഞ്ഞാൽ അത് തേർഡ് പേഴ്സണാണ്, ഹുമ ഫീമെയിലാണ്. അവർ 2 സ്ത്രീകൾ ചെയ്യുന്നില്ല. പിന്നെ 2 ഉള്ളത് സെക്കൻഡ് പേഴ്സണാണ്. ലൻ തഫ്അല നിങ്ങൾ 2 പുരുഷന്മാർ ചെയ്യുന്നില്ല. പിന്നെയും വരുന്നു ലൻ തഫ്അല നിങ്ങൾ 2 സ്ത്രീകൾ ചെയ്യുന്നില്ല. അതിനൊക്കെ തഫ്അല തന്നെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ 5-മത്തത് അൻതിയാണ്. ലൻ തഫലീന എന്നായിരുന്നു, അതിന് നൂനായിട്ട് പോയി. അപ്പം ലൻ തഫലി നീ ഒരു സ്ത്രീ ചെയ്യുന്നില്ല. പിന്നെ 6-മത്തത് മെയിലിൻ്റെ പ്ലൂരലാണ്, ഹും അവർ. ലൻ യഫ്അലൂ അവിടെ നൂന് പോയി. ഹും എന്ന് പറഞ്ഞാൽ മെയിലാണ്. ലൻ യഫ്അലൂ അവർ പുരുഷന്മാർ ചെയ്യുന്നില്ല. 7 ലൻ തഫ്അലൂ നിങ്ങൾ, അന്തുമാണ്. അന്തും നിങ്ങൾ പുരുഷന്മാർ ചെയ്യുന്നില്ല. അപ്പോൾ ഈ 7 സ്ഥലങ്ങളിൽ അതിൽ നമ്മൾ സാധാരണ പറയാൽ ആ റിപ്പീറ്റ് ചെയ്ത 3 ഒന്നായിട്ടേ കൂട്ടാറുള്ളൂ. അങ്ങനെ ആകുമ്പോൾ അത് 5 ഉണ്ടാവുള്ളൂ. ഇത് ഗ്രാമറിൽ വേറൊരു പേരുണ്ട് ഇതിന്, അഫ്ആലുൽ ഖംസ, 5 വെർബുകൾ എന്നാണ്. യഫ്അലാനി, തഫ്അലാനി, യഫ്അലൂന, തഫ്അലൂന, തഫ്അലീന, 5 വെർബുകൾ. അതിന് 5 വെർബുകളുടെ ഫംഗ്ഷൻ എന്താണ്? നൂനെ കളയും. ലെന്ന് വരുമ്പോൾ നൂനെ കളയും. എന്നാൽ ശ്രദ്ധിക്കേണ്ടത് 3-മത്തെ ഒരു കാര്യം, 2 സ്ഥലങ്ങളിൽ അവസാനത്തെ അക്ഷരമായ നൂനിനെ കളയാതെ അതേപോലെ തന്നെ നിലനിർത്തും. അതെവിടെയാണ്? ഫീമെയിലിൻ്റെ പ്ലൂരലാണ്. യഫ് അൽന, തഫ് അൽന. അതിൽ നൂനൊന്നും പരിക്കൊന്നും സംഭവിക്കില്ല. അങ്ങനെ തന്നെ ലൻ യഫ് അൽന അവർ കുറേ സ്ത്രീകൾ ചെയ്യുന്നില്ല. ലൻ തഫ് അൽന നിങ്ങൾ കുറേ സ്ത്രീകൾ ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് ഈ ലെന്ന് വെച്ചിട്ട് പ്രസൻറ്റ് ടെൻസിൻ്റെ 14 രൂപം ഒന്ന് പറഞ്ഞു നോക്കാം. ലൻ യഫ് അല, ലൻ യഫ് അല, ലൻ യഫ് അലു. ലൻ യഫ് അലൻ്റെ ലാമിന് ഫത്ത് കൊടുത്തു. ലൻ യഫ് അല എന്നുള്ളിടത്ത് നൂനെ കളഞ്ഞു. യഫ് അലു എന്നുള്ളിടത്ത് നൂനെ കളഞ്ഞു. അടുത്തത് തേർഡ് പേഴ്സൻ്റെ ഫീമെയിൽ, ലൻ തഫ് അല, ലൻ തഫ് അല, ലൻ യഫ് അല്ല. 1-മത്തെ ലൻ തഫ് അല അതിൻ്റെ അവസാനത്തെ അക്ഷരത്തിന് ഫത്ത് കൊടുത്തു. ലൻ തഫ് അല നൂനെ കളഞ്ഞു. ലൻ യഫ് അൽന ഫീമെയിൽ പ്ലൂരലിൽ നൂനൊന്നും ചെയ്യൂല. നൂൻ അവിടെ സംരക്ഷിക്കപ്പെടും. ഇനി സെക്കൻഡ് പേഴ്സണിലേക്ക് വരുമ്പം ലൻ തഫ്അല, ലൻ തഫ്അല, ലൻ തഫ്അലു. അവിടെ അങ്ങനെ തന്നെ തഫ്അല എന്നുള്ളിടത്ത് നൂൻ ലാമിന് ഫത്ത്ഹാണ്. ബാക്കി 2 സ്ഥലത്തും നൂനെ കളഞ്ഞു. അതിൻ്റെ ഫീമെയിൽ വരുമ്പോൾ ലൻ തഫ്അലി, ലൻ തഫ്അല, ലൻ തഫ്അൽന. അവിടെ അങ്ങനെ തഫ്അലി നൂനെ കളഞ്ഞു. ലൻ തഫ്അല നൂനെ കളഞ്ഞു. ഫീമെയിൽ പ്ലൂരൽ തഫ്അൽന നൂൻ അതേമാതിരി നിലനിർത്തി. ഫസ്റ്റ് പേഴ്സൺ ലൻ അഫ്അല, ലൻ നഫ്അല. ഓക്കെ, അപ്പോൾ അത് ഇങ്ങനെ ചൊല്ലിപ്പഠിക്കണം. ലൻ യഫ്അല, ലൻ യഫ്അല, ലൻ യഫ്അലു, ലൻ തഫ്അല, ലൻ തഫ്അല, ലൻ യഫ്അൽന, ലൻ തഫ്അല, ലൻ തഫ്അല, ലൻ തഫ്അലു, ലൻ തഫ്അലി, ലൻ തഫ്അല, ലൻ തഫ്അൽന, ലൻ അഫ്അല, ലൻ നഫ്അല. അങ്ങനെ ചൊല്ലിപ്പഠിച്ചില്ലെങ്കിലും ഈ കാര്യങ്ങൾ മനസ്സിലായിരിക്കണം. ലന്ന് വരുമ്പോൾ ഉണ്ടാകുന്ന ചേഞ്ചസ്. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ ഖുർആനിൽ നിന്നുള്ള ചില എക്സാമ്പിൾസാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒന്ന് ലൻ യഫ്അല എന്നുള്ളതിൻ്റെ എക്സാമ്പിൾ. ലൻ യഫ്അല എന്നുള്ളതിൻ്റെ എക്സാമ്പിൾ 90-ാം അധ്യായം സൂറത്ത് ബലദിലെ 5-ാമത്തെ ആയത്തിൽ അള്ളാഹ് പറയുന്നുണ്ട്, അയഹ്സബു അല്ലൻ യഖ്ദിറ അലൈഹി അഹദ്. അയഹ്സബു മനുഷ്യൻ വിചാരിക്കുന്നുവോ, അല്ലൻ യഖ്ദിറ, ലൻ യഖ്ദിറ, ഖദുറ യഖ്ദുറു എന്നായിരുന്നു. ഖദുറ യഖ്ദിറു എന്നായിരുന്നു. അപ്പോൾ അതിൽ ലെന്ന് വെച്ച യഖ്ദിറു എന്നുള്ളതിന് ലെന്ന് വെച്ചപ്പോൾ യഖ്ദിറ എന്നായി. അപ്പോൾ കഴിവുണ്ടാവുക എന്നാ, ഖാദിർ എന്നൊക്കെ കേട്ടില്ലേ, അബ്ദുൽ ഖാദിർ, അതാണ് ആ വാക്ക്.
അയഹസബ് മനുഷ്യൻ വിചാരിക്കുന്നുണ്ടോ അല്ലൻ യഖ്ദിറ കഴിവുണ്ടാവുകയില്ല അലൈഹി അവൻ്റെ മേൽ അഹദുൻ ഒരാൾക്കും അവനെ അതിജയിക്കുവാനോ അവനെ പരാജയപ്പെടുത്തുവാനോ കഴിയില്ല എന്നാണോ അവൻ വിചാരിക്കുന്നത്? എന്നാൽ ആ ധാരണ തെറ്റാണ്. അപ്പോൾ ലൻ യഫ്അല ലൻ യഖ്ദിറ മോഡൽ ആയി. 2 ലൻ യഫ്അലൂ എന്നുള്ളതിന് 22-ാം അധ്യായം ഹജ്ജിലെ 73-ാം വചനം ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹി ലൻ യഖ്ലുഖൂ ദുബാബാ ഇന്നല്ലദീന തീർച്ചയായിട്ടും ഒരു കൂട്ടർ തദ്ഊന അവർ പ്രാർത്ഥിക്കുന്നു മിൻ ദൂനില്ലാഹ് അല്ലാഹുവിനെ കൂടാതെയുള്ള ആരാധ്യന്മാരെ അവർ വിളിച്ച് പ്രാർത്ഥിക്കുന്നു, അവരോട് അഭ്യർത്ഥിക്കുന്നു, അവരോട് ദുആ ചെയ്യുന്നു. അവർ ലൻ യഖ്ലുഖൂ അവർ സൃഷ്ടിച്ചിട്ടില്ല ദുബാബൻ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിച്ചിട്ടില്ല. നിസ്സാരമായ ജീവിയായ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കുവാനോ അതിന് ജീവൻ നൽകുവാനോ കഴിയാത്ത ആളുകളാകുന്നു അവർ. അപ്പോൾ ഖലഖ യഖ്ലുഖ് പണ്ടേ നമ്മൾ പഠിച്ചൊരു വാക്കാണ് സൃഷ്ടിച്ചു എന്ന്. യഖ്ലുഖ് യഖ്ലുഖാനി യഖ്ലുഖൂന എന്നായിരുന്നു. അപ്പോൾ ലന്ന് വന്നതുകൊണ്ട് നൂനങ്ങ് കെട്ടായി ലൻ യഖ്ലുഖൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഖുർആൻ ഓതുമ്പോൾ ഇതൊക്കെ നമുക്ക് ഈ ഗ്രാമറൊക്കെ നമ്മൾ മനസ്സിലുണ്ടായാൽ വളരെ ഉപകാരപ്പെടും. ഇനി സെക്കൻഡ് പേഴ്സണിൽ വരുമ്പോൾ ലൻ തഫ്അല നീ ചെയ്യുകയില്ല എന്നുള്ള ആ മോഡലിൽ ഉള്ള ഒരു ഉദാഹരണം 17-ാം അധ്യായം ഇസ്രായേൽ 37-ാം വചനത്തിലുണ്ട്. വലാ തംശി ഫിൽ അർളി മറഹ ഇന്നക ലൻ തഖ്രിഖൽ അർള വലൻ തബ്ലുഗൽ ജിബാല തൂല. വലാ തംശി ഫിൽ അർളി മറഹ ഭൂമിയിൽ നീ അഹങ്കാരം നടിച്ചുകൊണ്ട് നടക്കരുത്. ഇന്നക തീർച്ചയായിട്ടും നിനക്ക് ലൻ തഖ്രിഖ ഖറഖ യഖ്രിഖു എന്നാണ് ക്രിയ. ദ്വാരമുണ്ടാക്കുക പിളർക്കുക എന്നൊക്കെ അർത്ഥം. അല്ല ഭൂമിയെ പിളർത്ത് താഴോട്ട് പോകാൻ നിനക്ക് സാധ്യമല്ല. ലൻ തഖ്രിഖ നീ പിളർക്കുകയില്ല. ലൻ വന്നതുകൊണ്ടാണ് തഖ്രിഖൻ്റെ ലാസ്റ്റ് ലെറ്ററായ കാഫിന് ഫത്ഹ് വന്നത്. ശ്രദ്ധിക്കുക, തഖ്രിഖ എന്ന് പറഞ്ഞു. അവിടെ അർക്കത്തൊട്ടിയില്ലെങ്കിലും അറബി അറിയുന്നവൻ അങ്ങനെ വായിക്കൂ. ലൻ തഖ്രിഖ. വലൻ തബ്ലുഗ 2 ഉദാഹരണം വരുന്നുണ്ട്. തബ്ലുഗ നീ പ്രാപിക്കുകയില്ല, നീ എത്തുകയില്ല. ബലഗ യബ്ലുഗു അതിൽ എന്ന് വന്നതുകൊണ്ട് തബ്ലുഗ ഫത്ത് കൊടുത്തു. ഓക്കെ, അപ്പോൾ 2 ഉദാഹരണം ലൻ തഫ്അല മോഡലാണ്. നീ ചെയ്യുന്നില്ല. അവിടെ ലൻ തഖ്രിഖ നീ പിളർക്കുന്നില്ല. വലൻ തബ്ലുഗ നീ പ്രാപിക്കുന്നില്ല. പർവ്വതങ്ങളെ അത്ര ഉയരം പ്രാപിക്കാൻ നിനക്ക് സാധ്യമല്ല. ഇനി സെക്കൻഡ് പേഴ്സൻ്റെ പ്ലൂറൽ ലൻ തഫ്അലൂ നിങ്ങൾ ചെയ്യുന്നില്ല. മുനാഫിക്കീങ്ങളായ ആളുകൾ റസൂലുള്ളാഹിൻ്റെ അപ്പുറം യുദ്ധം ചെയ്യാൻ വേണ്ടി തയ്യാറാവാതെ പിന്നെ വിജയിക്കും ഗനീമത്ത് കിട്ടും തോന്നിയപ്പം ഒരു തയ്യാറായപ്പോൾ റസൂലുള്ളാഹിനോട് പറയാൻ പറഞ്ഞു ഫഖുല്ലൻ തഖ്റുജൂ മഈ അബദാ വലൻ തുഖാതിലൂ മഈ അദുവ. 9-ാം അധ്യായം തൗബയിലെ 83-ാം വചനം. നീ പറഞ്ഞേക്കുക ലൻ തഖ്റുജൂ നിങ്ങൾ പുറപ്പെടേണ്ട മഈ എൻ്റെ കൂടെ അബദ ഇനി ഒരിക്കലും എൻ്റെ കൂടെ യുദ്ധത്തിന് നിങ്ങൾ പുറപ്പെടേണ്ട. വലൻ തുഖാത്തിലു നിങ്ങൾ യുദ്ധം ചെയ്യേണ്ട മഴ എൻ്റെ കൂടെ അതുവനൊരു ശത്രുവിനോടും. അപ്പോൾ അവിടെ ശ്രദ്ധിക്കുക, തഖ്റുജു തഖ്റുജാന് തഖ്റുജൂന എന്നാണ് വേണ്ടിയിരുന്നത്. ലന്ന് വന്നതുകൊണ്ട് നൂനം കട്ടായി. ലൻ തഖ്റുജൂ നിങ്ങൾ പുറപ്പെടേണ്ടതില്ല. ഇനി ഫസ്റ്റ് പേഴ്സൺ ലൻ നഫ്അൽ ഞങ്ങൾ ചെയ്യുകയില്ല. ലൻ നഫ്അല ആ മോഡൽ വന്നു. وَإِذْ قُلْتُمْ يَا مُوسَى لَن نَّصْبِرَ عَلَى طَعَامٍ وَاحِدٍ 2-ാം അധ്യായം ബഖറയിലെ 61-ാം വചനം. മൂസാ നബിയോട് ബനൂ ഇസ്രായേൽക്കാർ പറഞ്ഞതാണ്, ഓ മൂസ ലൻ നസ്ബിറ ഞങ്ങൾ ക്ഷമിക്കുകയില്ല അലാ ത്വാമിൻ വാഹിദിൻ ഒരേ ഭക്ഷണം മന്നും സൽവയും തിന്നുകൊണ്ട് സീനാ മരുഭൂമിയിൽ ഇങ്ങനെ കഴിച്ചുവിട്ട് അങ്ങ് തയ്യാറല്ല. ഞങ്ങൾക്ക് ഭൂമിയിൽ ഉണ്ടാകുന്ന ചരങ്ങ കക്കിരി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണം എന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടവർ. അപ്പോൾ അവിടെ സബറ യസ്ബിർ ക്ഷമിക്കുക. അതിൻ്റെ ഫസ്റ്റ് പേഴ്സൺ പ്ലൂറലാണ് നസ്ബിർ ക്ഷമിച്ചു. ലൻ നസ്ബിറ റാ ഉണ്ടോ, റാക്ക് ഫത്ത് കൊടുത്ത എന്താണ് ലൻ എന്നതുകൊണ്ടാണ് ഞങ്ങൾ ക്ഷമിക്കുകയില്ല. പിന്നെ താഴത്തിൻ്റെ മീനിങ് ആണ്, അത് നമ്മൾ ആദ്യം പറഞ്ഞു. പിന്നെ നമുക്കിത് ചെയ്യാനുള്ളത് ഹോംവർക്കാണ്. താഴെ കൊടുത്ത മുളാരിയായ ക്രിയയ്ക്ക് മുമ്പിൽ ലെന്ന് എന്ന അവ്യയം ചേർത്ത് അർത്ഥം എഴുതണം. അപ്പോൾ അതിൽ വരുന്ന ചേഞ്ചസും വരുത്തണേ. യസ്കുനു അവൻ താമസിക്കുന്നു, യല്ലബൂന അവർ കളിക്കുന്നു, തഫ്റൗ നീ ഒരു പുരുഷൻ സന്തോഷിക്കുന്നു, തദറുസൂന നിങ്ങൾ കളിക്കുന്നു. 5-ാമത്തെ അദ്ഖുലു ഞാൻ പ്രവേശിക്കുന്നു. 6-ാമത്തത് നക്ദിബു ഞങ്ങൾ കളവ് പറയുന്നു. ഇതൊക്കെ നെഗറ്റീവായിട്ട് ഇല്ല എന്നുള്ള അർത്ഥം കിട്ടണം. അപ്പം അതേമാതിരി അപ്പം ലെന്ന് ചേർക്കുമ്പം വെർബിലുണ്ടാകുന്ന ചേഞ്ചസ് ശ്രദ്ധിക്കണം. ആ ചേഞ്ചസൊക്കെ വെച്ചിട്ട് നിങ്ങളത് വെച്ചിട്ട് എഴുതുകയും അതിൻ്റെ മീനിങ് എഴുതുകയും വേണം.
ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു ഹോംവർക്ക് തന്നിരുന്നു. താഴെ കൊടുത്ത മുളാരിയായ ക്രിയക്ക് മുമ്പിൽ ലാ എന്ന അവ്യയം ചേർത്ത് അർത്ഥം എഴുതുക. ഇതുപോലെ സിമ്പിളാണ്, ക്രിയക്ക് ഒരു ചേഞ്ചും വരുന്നില്ല. ലാ യഖ്ലുഖു അവൻ സൃഷ്ടിക്കുന്നില്ല. ലാ യസ്മഊന അവർ കേൾക്കുന്നില്ല. മൂന്നാമത്തത് നദ്ഖുലാണ്, ലാ വെക്കുമ്പോൾ ലാ നദ്ഖുലു ഞങ്ങൾ പ്രവേശിക്കുന്നില്ല. നാലാമത്തെ അഫ്തൗ ഞാൻ തുറക്കുന്നു. ലാ അഫ്തൗ ഞാൻ തുറക്കുന്നില്ല. അഞ്ചാമത്തെ തഷ്കുറൂന നിങ്ങൾ നന്ദി ചെയ്യുന്നു. ലാ തഷ്കുറൂന നിങ്ങൾ നന്ദി ചെയ്യുന്നില്ല എന്നാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ളത് അടുത്ത ക്ലാസ് നമുക്ക് പറയാം. റബ്ബ് തആല വിശുദ്ധ ഖുർആൻ ഉപയുക്തമാവും വിധം ഈ അറബിക് പഠിക്കുവാനും അത് ഉൾക്കൊള്ളുവാനും അത് മനസ്സിലാക്കുവാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വ ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.